ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്ന സ്വഹീഹുൽ ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഹദീസ് ശരിക്കും മനസ്സിലാക്കുക. ഇദസ്തൻജഹൽ ലൈലു, രാത്രിയായി കഴിഞ്ഞാൽ, രാത്രി ഇരുൾ മൂടിയാൽ, മഗ്രിബായി കഴിഞ്ഞാൽ, ഫകുഫു സുബിയാനക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വീട്ടുമുറ്റത്ത് നിന്ന് അകത്തേക്ക് കൊണ്ടുവരണം. കുട്ടികൾ എന്ത് ചെയ്യരുത്? മഗ്രിബിന്റെ സമയമാകുന്ന സമയത്ത് പുറത്തു നിർത്തരുത്. ഫഇന്ന ശയാതീന തന്തശിറു ഹീനഇദിൻ, ആ സമയത്താണ് പിശാചുക്കൾ ഭൂമിയിൽ വ്യാപരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു വല്ലാത്തൊരു അത്ഭുതമുള്ള ഹദീസാണ്. സർവ്വ സീരിയലും തുടങ്ങുന്ന മഗ്രിബിന്റെ നേരത്തല്ലേ? എല്ലാ സീരിയലും തുടങ്ങുന്ന മഗ്രിബിന്റെ ശേഷമാണ്. ഫഇന്ന ശയാതീന, പിശാചുക്കൾ, തന്തശിറു ഹീനഇദിൻ, സൂര്യാസ്തമിക്കുന്ന നേരത്താ പിശാചുക്കൾ വ്യാപരിക്കുന്നത്. പിശാചുക്കൾ ഷൂട്ടും കൊണ്ടിട്ടാ വരിക. പിശാച് വരുന്നത് ടി വി കൂടെയാണ്, നമ്മുടെ സ്ക്രീനിന്റെ ഉള്ളിലൂടെയാണ് പിശാച് വരുന്നത്. പിശാചിന് ഇഷ്ടമുള്ള സംഗതികൾ. കാരണം ഈ സീരിയലിലും സിനിമക്കും സ്ക്രിപ്റ്റ് എഴുതുന്ന അള്ളാന്റെ മുത്തഖീങ്ങളായ ആലിമീങ്ങളൊന്നും അല്ലാതെ ഒരു ആഗ്രഹം പടച്ചോരില്ലാത്ത ആൾക്കാരല്ലേ ഇതൊക്കെ എഴുതി വിടുന്നത്, അതല്ലേ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നത്. പിശാചുക്കൾ വ്യാപരിക്കുന്ന നേരാണത്. യാ അല്ലാഹ്, അത് ഹിസ്സിയൻ വ മഅനവിയൻ, ഫിസിക്കലി ആൻഡ് മെറ്റാഫിസിക്കലി, രണ്ടും അങ്ങനെയാണ്. അതുകൊണ്ട് മുറ്റത്ത് മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വീടിനകത്തേക്ക് കയറ്റി നിർത്തണം. മുമ്പൊക്കെ പഴമക്കാരങ്ങനെ പറയും, അത് ഹദീസാണ്. മക്കൾ എന്ത് ചെയ്യണം? മഗ്രിബിന്റെ സമയമാകുമ്പോ ഇരുൾ മുറ്റുന്ന നേരത്ത് നിങ്ങൾ അവരെ വീട്ടിലേക്ക് കൊണ്ടുവരണം. ഫഇദാ ദഹബ സഅഅത്തുൻ മിനൽ ഇശാഇ ഫഖല്ലൂഹും, ഇരുട്ടായി 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ കുട്ടികൾ പുറത്തിറങ്ങിയാലും കുഴപ്പമില്ല. ഇരുൾ മുറ്റുന്ന സമയം, ഇരുൾ വീഴുന്ന സമയം കുട്ടികൾ പുറത്തുണ്ടാവരുത്, അകത്തേക്ക് വരണം. വാതിലടക്കണം മഗ്രിബിന്റെ സമയത്ത്. ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വാതിലടക്ക, ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ജനലടക്ക. അതൊരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ തുറന്നോ, കുഴപ്പമില്ല. പക്ഷേ മഗ്രിബിന്റെ സമയത്ത് പിശാചുക്കൾ വ്യാപരിക്കുന്ന നേരമാണ്. മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? വീടിനകത്തേക്ക് കൊണ്ടുവരണം. ഇപ്പൊ നിങ്ങളുടെ ആജ്ഞയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളല്ലേ ഉള്ളൂ, അല്ലേ? ഇൻഷാ അല്ലാഹ് ഉമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻതു ഗുലാമൻ ഫീ ഹിജ്രി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ വളർന്ന കുട്ടിയായിരുന്നു ഞാൻ. വകാനത് യദീ തതീഷു ബിസ്സഫഹ, ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ എന്റെ കൈയെ പാത്രത്തിൽ ഇങ്ങനെ ഓടും. ഭക്ഷണം എടുത്തു വെച്ചാലേ അവിടുന്ന് ഇവിടുന്നൊക്കെ എഴുന്നേറ്റിട്ടൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ അങ്ങനെ പറിച്ചെടുക്കും. അപ്പൊ നബി ഞങ്ങൾ എന്നോട് പറഞ്ഞു, ഫഖാല ലി റസൂലുള്ളാഹ്, മുത്തനബി പറഞ്ഞു, യാ ഗുലാം, മോനെ, സമ്മില്ലാഹ്, ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാ എന്ന് പറയണേ. ബിസ്മില്ല പറയാൻ കഴിയാത്ത ചെറിയ മക്കൾക്ക് ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം എന്നാ ബിസ്മില്ല. കുഞ്ഞിന് പാലെടുക്കുമ്പോ ഉമ്മ പറയണം ബിസ്മില്ല. കുഞ്ഞ് പാല് കൂടി നിർത്തിയാൽ ഉമ്മ പറയണം അൽഹംദുലില്ലാ. കുഞ്ഞ് തുമ്മിയാൽ ആര് പറയണം? അൽഹംദുലില്ലാ. ഉമ്മ പറയണം. കുഞ്ഞിന് പറയാൻ അറിയില്ലല്ലോ, അവർക്ക് പകരം ഉമ്മമാര് ചെയ്തു കൊടുക്കണം എന്നാണ്. ബിസ്മില്ലാ എന്ന മക്കൾ പറയുന്നുണ്ടോ? ഭക്ഷണം കഴിക്കുമ്പോ വെള്ളം കുടിക്കുമ്പോൾ പറയുന്നുണ്ടോ? ഒരു വിഷയമാണ്, നമ്മൾ ആലോചിക്കണം. നബി ഞങ്ങൾ പറഞ്ഞു, മോനെ, സമ്മില്ലാ വകുൽ ബിയമീനിക, വലത് കൈ കൊണ്ട് കഴിക്കും മോനെ. അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ പെപ്സിയുടെ കോളയുടെ ഒക്കെ പരസ്യം കാണുന്നുണ്ട്, ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ കുടിക്കുക. അങ്ങനെ തന്നെ പരസ്യത്ത് കാണുന്നത്. ഒരു സ്ഥലത്ത് കണ്ട് വലത്തെ കൈ കൊണ്ട് കുടിക്കുന്നത്. ഏതൊരു കളിക്കാരനാണ് അതിന്റെ പരസ്യം കാണിക്കുന്നത്. ഇടത്തെ കൈ കൊണ്ട് എന്താ കൂടി, സുബ്ഹാനല്ലാഹ്, ഇടത്തെ കൈ. അപ്പൊ നമ്മൾ സ്വാഭാവികമായി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡില് നമ്മൾ അറിയാതെ അതങ്ങ് കുടിക്കേണ്ട ഇടത്തെ കൈ കൊണ്ടാണ്. ബർഗർ കൈയിലും ഇവിടെ കുടിക്കുന്നത് ഇടത്തെ കൈയിലും അങ്ങനെ തോന്നിപ്പോവും. ശരിക്ക് എങ്ങനെയാ വേണ്ടത്? വലത്തെ കൈ കൊണ്ട് തിന്നെ, അത് വെച്ചിട്ട് വലത്തെ കൈ കൊണ്ട് കുടിക്കുക, അത് വെച്ചിട്ട് അങ്ങനെ. ഡിസ്പോസിബിൾ ഗ്ലാസ് വരെ ഇടത്തെ കൈ കൊണ്ട് കുടിക്കണ കുളവന്മാരുണ്ട്. എന്താ ചെയ്യുക? കല്യാണത്തിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് വെക്കണത് തന്നെ കഴുകണ്ടെന്ന് വിചാരിച്ചിട്ടാ അതും പിടിക്കുക ഇടത്തെ കൈ കൊണ്ട്. എന്താ പോരോടൊക്കെ പറയാം? ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ വലത്തെ കൈ കൊണ്ട് കുടിച്ചാൽ മതി എന്നാ പറയാ. വലത്തെ കൈ കൊണ്ട് കുടിക്കുക. അവനവന്റെ വീട്ടിലൊക്കെ എന്ത് ചെയ്യാ? എല്ലായിടത്തും വലത്തെ കൈ കൊണ്ട് കുടിച്ചാൽ പോരെ. ഒരു സഭയിലൊക്കെ ഇരിക്കുമ്പോ കൈമലൊക്കെ ആകെ വറ്റും കറിയൊക്കെ ആക്കിയിട്ട് വൃത്തികേടാക്കി കാണിച്ചു കൊടുക്കരുത്. ഇസ്ലാം ഇങ്ങനെ മോശപ്പെട്ട അങ്ങനെയല്ല. വൃത്തിയിലും അച്ചടക്കത്തിലും നമുക്ക് ചെയ്യാലോ. അധികം ഇതൊന്നും ഭക്ഷണം ക്ലാസ്സിൽ മേലൊന്നും ആവാതെ ഒരു സഭയിലൊക്കെ ഇരിക്കുമ്പോഴേ എന്നാലും വലത്തെ കൈ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ ശ്രദ്ധിക്കാം. അതൊക്കെ ചെറിയ വിഷയം നമുക്ക് തോന്നും. മുത്തനബി തങ്ങൾ മക്കളെ പഠിപ്പിക്കാൻ പറഞ്ഞ വിഷയങ്ങളിൽ ഇതൊക്കെ പെട്ടിട്ടുണ്ട്. കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ വലത്തെ കൈ കൊണ്ട് തന്നെ ഭക്ഷണം കഴിപ്പിക്കുക. ലെഫ്റ്റ് ഹാൻഡഡ് ആയ കുട്ടികളുണ്ടാവും, അവരൊക്കെ ചെറുപ്പത്തിലെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ അത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അള്ളാഹു സഹായിക്കട്ടെ. മോനെ, നിന്റെ അരികത്ത് നിന്നേ ഭക്ഷണം കഴിക്കാവൂ. എന്ത് ചെയ്യരുത്? ഒരു സഭയിൽ ഇരിക്കുമ്പോഴേ
അവിടുന്നും ഇവിടുന്നും ആ തലയ്ക്കൊന്നും ഈ മൂലയിൽ നിന്നും അങ്ങനെയൊന്നും വലിച്ചു മാറി തിന്നരുത്. മോൻ എന്ത് ചെയ്യണം? മോന്റെ അടുത്തുനിന്നേ തിന്നാവൂ. ഭക്ഷണത്തിൻ്റെത് എത്തിക്സ് ഓഫ് ഈറ്റിംഗ്, ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദകൾ മക്കളെ പഠിപ്പിക്കണമെന്ന് പറയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലിമു ഔലാദകും, മക്കളെ പഠിപ്പിക്കണേ. തിലാവത്തുൽ ഖുർആൻ, ഹുബ്ബ നബിയിക്കും വഹുബ്ബ അഹ്ലി ബൈതിഹി വതിലാവത്തുൽ ഖുർആൻ. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാനും തങ്ങന്മാരെ സ്നേഹിക്കാനും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന സയ്യിദന്മാർ. തങ്ങന്മാരെ കൈ കാണുമ്പോൾ കൈ മുത്തണമെന്നാണ്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ കൈയൊക്കെ സഹാബികൾ മുത്തുമായിരുന്നു. ചെറിയ 11 വയസ്സുള്ളൂ നബി തങ്ങൾ വഫാത്താകുമ്പോൾ. ചെറിയ കുട്ടിയാണ്, ആ കൈയൊക്കെ എടുത്തിട്ട് മുത്തും. ചെറിയ മക്കളാണെങ്കിലും തങ്ങൾ കുട്ടിയാണോ കൈ പിടിച്ച് മുത്തണമെന്ന്. ഹാകദാ ഉമിർന അൻ നഫ്അല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കണ്ടാൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സഹാബിമാർ പറയുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാ അങ്ങനെ ചെയ്യുന്നത്. അലി മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ, ഉമർ തങ്ങൾ തങ്ങളല്ല, പക്ഷെ ഉമർ തങ്ങളുടെ മഹത്വം മനസ്സിലാക്കിയിട്ട് സഅദ് ബിൻ അബി വഖാസ് തങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ മുസ്തജാബ് ദഅവകളാണ്. അവര് പോലും മഹത്തുക്കളുടെ ആളുകളുടെ കൈകൾ മുത്തിയിട്ടുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടൊക്കെയാണ് ആ രീതിയിലുള്ള ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായത്. ഇത്തരം ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹു നമ്മുടെ നാടുകളിൽ നന്മ തരട്ടെ, നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു സ്വലാഹ് നൽകട്ടെ. ആമീൻ. യാ ഗുലാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ എന്ത്? അല്ലാഹുവിനെ സ്നേഹിക്കാനും മുത്ത് നബിയെ സ്നേഹിക്കാനും പിന്നെന്ത് ചെയ്യണം? വതിലാവത്തുൽ ഖുർആൻ, നബി തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കാനും ഖുർആൻ ഓതാനും നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് തങ്ങളോട് പറഞ്ഞ വാക്കുണ്ട്, യാ ബുനയ്യ അനസേ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ സലാം പറയണം മനസ്സേ. നബി തങ്ങൾ പറയാ മക്കളോട് പറഞ്ഞു കൊടുക്കുക. സ്കൂളിലേക്ക് പോകുമ്പോ ഉമ്മയോട് സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് മോൾ ഇറങ്ങുക. അങ്ങനെ മോൻ ഇറങ്ങുക. സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴേ ബെല്ലടിച്ച് വാതിൽ തുറക്കുമ്പോ അസ്സലാമു അലൈക്കും ഉമ്മ, സലാമു അലൈക്കും ഉപ്പ എന്ന് സലാം പറഞ്ഞിട്ട് മക്കൾ വരിക. ഒരിക്കൽ മറന്നാൽ മോനൊന്ന് വാതിലിന്റെ അവിടെ പോയിട്ട് ഒന്നുകൂടെ സലാം പറഞ്ഞിട്ട് മോൻ കയറി വാ. ഒരു പ്രാക്ടീസ് ചെയ്ത് കൊടുത്താൽ മതി. കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അവർക്ക് ഓർമ്മ ഉണ്ടാവും. വരുമ്പോഴും പോകുമ്പോഴും സലാം പറയിപ്പിക്കും. ഇതൊക്കെ മക്കളിൽ നന്മയുണ്ടാവാൻ ആവശ്യമാണ്. കുട്ടികൾക്ക് നന്മ ഉണ്ടാവാൻ ആവശ്യമാണ്. മുആദ് റളിയല്ലാഹു തആല പറഞ്ഞു, ഔസാനി റസൂലുള്ളാഹ്, എന്റെ നബി തങ്ങൾ എനിക്ക് ഉപദേശം തന്നു ബി അശ്രി കലിമാത്തിൻ, 10 വിഷയങ്ങളാണ് നബി എന്നെ പഠിപ്പിച്ചത്. ആ 10ലുണ്ട് വഅൻഫിക അലാ അയാലിക മിൻ തൗലിക, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ അധ്വാനത്തിൽ നിന്നാണ് നിങ്ങൾ ചെലവ് കൊടുക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കണം. ഗൾഫിൽ ജ്യേഷ്ഠന്റെ വാപ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് പെരുന്നാളായി ഇനിയിപ്പോ ഏതാ ജ്യേഷ്ഠൻ വരാണ്ട് മൂപ്പര വകയായിക്കോട്ടെ പെരുന്നാളിന്റെ ഉപ്പായം, അതൊക്കെ പിഷ്കത്തരാന്ന് അതിന് പറയാം. അവനവന്റെ കാശ് കൊണ്ട് വാങ്ങിച്ചു കൊടുക്കണം. അത് കുറച്ച് ക്വാളിറ്റി ബ്രാൻഡ് കുറഞ്ഞാലും കുഴപ്പമില്ല. അംഫിക അലാ അയാലിക മിൻ തൗലിക, അത് അമ്മായിന്റെ മോൻ വരട്ടെ ഗൾഫിൽ നിന്ന്, മുരാപ്പുള്ള ജ്യേഷ്ഠൻ വരുന്നുണ്ടല്ലോ മൂപ്പര വകയായിക്കോട്ടെ, അങ്ങനെയൊന്നും ബുദ്ധിമുട്ടാക്കരുതായ. അങ്ങനെയൊന്നും ഓസിക്ക് വേണ്ടി കാത്തിക്കാനും പാടില്ല. അതൊക്കെ ഒരു തരം എന്താ പറയാ തന്നെ പറയാം. അതൊന്നും വേണ്ട. നമ്മുടെ സ്വയം അധ്വാനത്തിനാണ് കൊടുക്കേണ്ടത്. നമ്മുടെ അധ്വാനം അതൊരു റാഹത്തല്ലേ. നമ്മുടെ കുട്ടികള് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയെന്ന് തിന്നുകയും കുടിക്കുകയും ഉടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് മുആദ് റളിയല്ലാഹു അൻഹു പറയാം. പിന്നെ പറഞ്ഞു, വലാ തർഫഅ അൻഹും അസാക അദബ വഅഖിഫുഹും ഫില്ലാഹ്, മക്കളിൽ നിന്ന് വടി ഉയർത്തണ്ട ഞങ്ങൾ പറഞ്ഞു. അതൊരു വളരെ വിശദമായി പറയേണ്ട വിഷയം ആ സമയമല്ല. എന്ത് ചെയ്യണം? മക്കൾക്ക് തെറ്റ് സംഭവിച്ചാൽ അടി കിട്ടുമെന്ന തോന്നൽ വടിങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന. നിബിതങ്ങൾ ആരെയും അടിച്ചിട്ടില്ലെന്ന. മാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅതൻ വലാ ഗുലാമൻ വലാ ഖാദിമ, ഒരു വേലക്കാരനെയോ അടിമയെയോ ഭാര്യയോ ഒരാളെയും ഒരു കുഞ്ഞിനെ പോലും ഞങ്ങൾ അടിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ മക്കളെ വടി കാണിച്ച് പേടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടി കൊടുക്കേണ്ട കേസാണെങ്കിൽ കൊടുക്കും വേണമെന്ന. അഖിഫുഹും ഫില്ലാഹ്, അള്ളാഹുവിന്റെ വിഷയത്തിൽ അവരെ പേടിപ്പിച്ച് നിർത്തും വേണമെന്ന. അങ്ങനെ നിങ്ങൾ പിതൃത്വത്തിന്റെ പേരിൽ നിങ്ങൾ ഒരുതരം ഗൗരവം കാണിക്കേണ്ട ഘട്ടങ്ങളുമുണ്ട്. മക്കളിൽ നിന്ന് വടി ഉയർത്തണ്ട എന്ന് പറഞ്ഞ ഒരു ഹദീസിന്റെ സാരം അതാണ്. മക്കൾക്ക് ശിക്ഷയും ശിക്ഷണവും പിതാവ് ഉമ്മയും കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നർത്ഥം. അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ തരട്ടെ. പിന്നെ നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, ഒരൊറ്റ സംഭവം കൂടെ പറയാണ്. ഇനി പറയാനുള്ളത് ഇപ്പൊ ചെറിയ മക്കൾ 2.5 വയസ്സൊക്കെ ആയി കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പറഞ്ഞു, മൻ റബ്ബാ സഗീറൻ ഹത്താ യഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലം യുഹാസിബുഹു അല്ലാഹ്. ഭയങ്കര ഹദീസാണ്.
മൻ റബ്ബാ സഗീറൻ, ഒരു ചെറിയ കുഞ്ഞിനെ ആരെങ്കിലും വളർത്തിക്കൊണ്ടുവന്നു, ഹത്താ യഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് വരെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ കുഞ്ഞ് ആദ്യമായി സ്ഫുടമായി പറയുന്ന സെന്റൻസ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്തിയാൽ എന്ത് ചെയ്യുന്ന ലം യുഹാസിബുഹുല്ലാഹ്, നാളെ പരലോകത്ത് അല്ലാഹു അയാളെ വിചാരണ ചെയ്യുകയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പഠിപ്പിക്കുട്ടിയോട് ടാറ്റ പറയാൻ ബൈ ബൈ പറയാനൊക്കെ എന്ത് ചെയ്യാ? ആദ്യം പഠിപ്പിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയട്ടെ. അങ്ങനെയാണ്, അങ്ങനെ തന്നെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇദാ അഫ്സഹ ഔലാദുകും ഫഅല്ലിമൂഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് സുമ്മ ലാ തുബാലൂ മതാ മാതു. നിങ്ങളുടെ മക്കൾ സ്ഫുടമായി സംസാരിക്കുന്ന ഒരു പ്രായത്തിലേക്ക് എത്തുമ്പോൾ ഫഅല്ലിമൂഹും, നിങ്ങൾ അവർക്ക് പഠിപ്പിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്, റബ്ബേ നീയാണ് അല്ലാഹുവേ എന്റെ ഇലാഹ്, നീയല്ലാതെ ഒരു മഅബൂദുമില്ല റബ്ബേ എന്ന ആശയം മക്കൾക്ക് നിങ്ങൾ പഠിപ്പിക്കണേ. പിന്നെ നീ ആ മക്കൾ എപ്പോൾ മരിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ പ്രശ്നമാക്കണ്ട, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വളർന്നവരല്ലേ. അപ്പൊ പിന്നെ ഒരു ഹിന്ദുവിന്റെ കൂടെ ഇറങ്ങി ഓടൂല. എന്തേ? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാത്തവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം, ആ വചനം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സംസാരം സ്ഫുടമായി പറയാൻ പ്രായമാകുമ്പോഴേക്കും പഠിപ്പിച്ചു കൊടുക്കണേ. അങ്ങനെ വന്നാൽ പിന്നെ അവർ എപ്പോൾ മരിച്ചാലും നിങ്ങൾ പ്രശ്നമാക്കണ്ട എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ പറയുന്ന വേറെ ഹദീസുണ്ട്, ഇഫ്തഹു അലാ സുബിയാനികും അവ്വല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആദ്യത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണം. വലഖിനുഹും ഇൻദൽ മൗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മക്കൾ മരിക്കുകയാണെങ്കിൽ അവസാനത്തെ വാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോ സംസാരം തുടങ്ങി ആദ്യം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവസാനിക്കുമ്പോ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിന്റെ ഇടയിലുള്ള ജീവിതം പുണ്യമാണ്.